ലെബനിലെ സായുധ സംഘമായ ഹിസ്ബുള്ളയുമായി 60 ദിവസത്തെ വെടിനിർത്തൽ കരാറിനൊരുങ്ങി രംഗത്തെത്തിയിരിക്കുകയാണ് ഇസ്രയേൽ. കരാറിന് ഇസ്രയേൽ മന്ത്രിസഭ ഉടൻ തന്നെ അംഗീകാരം നൽകിയേക്കുമെന്നാണ് നിലവിലെ സൂചനകൾ. ഈ കരാറിന് മേൽനോട്ടം വഹിക്കുന്നത് പ്രധാനമായും അമേരിക്കയും ഫ്രാൻസുമാണ്. കരാറിലെ വ്യവസ്ഥകൾ പ്രധാനമായും പറയുന്നത് വെടിനിർത്തൽ പ്രാബല്യത്തിലുള്ള 2 മാസം ഇസ്രയേൽ സൈന്യം ലെബനനിൽ നിന്ന് പിന്മാറണമെന്നും ഹിസ്ബുള്ള ഇസ്രയേലിനെതിരെ സായുധ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കണമെന്നുമായിരുന്നു. ലെബനീസ് പൗരന്മാർക്ക് സുരക്ഷിതമായി അവരുടെ ഗ്രാമങ്ങളിൽ മടങ്ങിയെത്താൻ അവസരം ഒരുക്കേണ്ടതും ഈ കരാറിൽ പറയുന്നുണ്ട്. മാത്രമല്ല, സമാധാന ചർച്ചകൾ നടക്കുന്നതിനിടെ ഞായറാഴ്ച ഹിസ്ബുള്ള 160 മിസൈലുകൾ ഇസ്രയേലിന്റെ നേർക്ക് തൊടുത്തിരുന്നു. തലസ്ഥാനമായ ടെൽ അവീവ് തെക്കൻ ഇസ്രയേലിന്റെ നേർക്ക് മിസൈൽ തൊടുത്തിരുന്നു. തലസ്ഥാനമായ ടെൽ അവീവ് തെക്കൻ ഇസ്രയേലിന്റെ അഷ്ദോദ് നാവികതാവളം എന്നിവിടങ്ങളിൽ ഹിസ്ബുള്ള പ്രധാനമായും ആക്രമണം നടത്തിയത്. ഉയർന്ന പ്രഹരശേഷിയുള്ള ഡ്രോണുകളും തൊടുത്തതായി റിപ്പോർട്ടുകൾ വെളിപ്പെടുത്തുന്നുണ്ട്. 11 പേർക്ക് പരിക്കേറ്റെന്നും ഒരാളുടെ നില ഗുരുതരമാണെന്നുമാണ് നിലവിൽ ലഭിച്ചിരിക്കുന്ന വിവരം. കൂടാതെ ഇസ്രയേൽ നിരന്തരമായ ആക്രമണം ലെബനൻ തലസ്ഥാനമായ ബെയ്റൂത്തിൽ കഴിഞ്ഞ ഒരാഴ്ച നടത്തുകയുണ്ടായി. ഹിസ്ബുള്ള വക്താവ് മുഹമ്മദ് ആഫിഫ് ഉൾപ്പെടെ 63 പേർ ഈ ആക്രമണങ്ങളിൽ കൊല്ലപ്പെടുകയും ചെയ്തു. നിലവിൽ ഇതുവരെ ഇസ്രയേൽ ഹിസ്ബുള്ള സംഘർഷത്തിൽ കൊല്ലപ്പെട്ടത് 3000-ഓളം പേരാണ്. ഇതിൽ 589 സ്ത്രീകളും 185 കുട്ടികളുമാണ് ഉൾപ്പെടുന്നത്. 13,492 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തുവെന്ന് ലെബനിലെ ആരോഗ്യ മന്ത്രാലയം പുറത്തുവിട്ട കണക്കുകളിൽ വ്യക്തമാക്കുന്നുണ്ട്. തലസ്ഥാനമായ ടെൽ അവീവ്, തെക്കൻ ഇസ്രയേലിലെ അഷ്ദോദ് നാവികതാവളം എന്നിവിടങ്ങളിലായിരുന്നു ഹിസ്ബുള്ള ആക്രമണം പ്രധാനമായും നടത്തിയിരുന്നത്. ഏകദേശം 160 മിസൈലുകളാണ് ഇസ്രയേലിന് നേർക്ക് ഹിസ്ബുള്ള തൊടുത്തുവിട്ടതെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. ടെൽ അവീവിലെ സൈനിക ലക്ഷ്യത്തിന് നേർക്ക് ഉയർന്ന പ്രഹരശേഷിയുള്ള മിസൈലുകളും ഡ്രോണുകളും തൊടുത്തതായും റിപ്പോർട്ടുകൾ വെളിപ്പെടുത്തുന്നു. ഇസ്രയേലിന്റെ രഹസ്യാന്വേഷണ താവളത്തിന് നേർക്കും ഹിസ്ബുള്ള മിസൈലാക്രമണം നടത്തുകയുണ്ടായി. ഇസ്രയേൽ ലെബനൻ തലസ്ഥാനമായ ബെയ്റൂത്തിൽ കഴിഞ്ഞ ഒരാഴ്ചയായി നിരന്തരമായ ആക്രമണമാണ് നടന്നുകൊണ്ടിരുന്നത്. 63ഓളം ആളുകൾക്കാണ് ഈ ആക്രമണങ്ങളിൽ ജീവൻ പ്രധാനമായും നഷ്ടമായത്. ഹിസ്ബുള്ള വക്താവ് മുഹമ്മദ് ആഫിഫും കൊല്ലപ്പെടുകയുണ്ടായി. ഹിസ്ബുള്ളയുടെ ആക്രമണം സ്ഥിരീകരിച്ച ഇസ്രയേൽ സൈന്യം കൂടുതൽ വിവരങ്ങൾ വ്യക്തമാക്കാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. ആക്രമണത്തിൽ 11 പേർക്ക് പരിക്കേൽക്കുകയുണ്ടായി. ഇതിൽ ഒരാളുടെ നില അതീവ ഗുരുതരമാണെന്നായിരുന്നു പുറത്തുവരുന്ന വിവരങ്ങൾ.